നമസ്കാരം. മണി ട്രെൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ലെൻസ്കാർട്ട് IPO ആണ്. ഓൺലൈനിലും സ്റ്റോറുകളിലും ഗ്ലാസുകൾ, സൺഗ്ലാസുകൾ, കോൺടാക്ട് ലെൻസുകൾ എന്നിവ വിൽക്കുന്ന ഒരു ജനപ്രിയ ഇന്ത്യൻ കമ്പനിയാണ് ലെൻസ്കാർട്ട്. ഒക്ടോബർ 31 ആരംഭിച്ച് നവംബർ 4 അവസാനിക്കുന്ന ഒരു IPOയിലൂടെ 7,278 കോടി സമാഹരിക്കാനാണ് കമ്പനിയുടെ പ്ലാൻ. ഓഹരി വില 382-നും 402-നും ഇടയിലാണ്. ഷെയർ വാങ്ങുന്നതിന് റീറ്റെയിൽ നിക്ഷേപകർ കുറഞ്ഞത് 14,874 രൂപ നിക്ഷേപിക്കണം. ലെൻസ്കാർട്ട് അതിവേഗം വളരുകയും നിരവധി വർഷത്തെ നഷ്ടത്തിന് ശേഷം അടുത്തിടെ ലാഭം നേടുകയും ചെയ്തു. ലെൻസ്കാർട്ടിന്റെ വാല്യുവേഷനെ സംബന്ധിച്ച് ചില കോൺട്രവേഴ്സികൾ നടക്കുന്നുണ്ട്. 70,000 കോടി രൂപയാണ് ലെൻസ്കാർട്ടിന് മൂല്യം കണക്കാക്കിയിരിക്കുന്നത്. ഇത് വളരെ കൂടുതലാണ് എന്നാണ് പല ആളുകളുടെയും അഭിപ്രായം. ചില നിക്ഷേപകർ കരുതുന്നത് ഓഹരി വില വളരെ കൂടുതലാണ് എന്നാണ്. പല ചാനലുകളിലും ട്വിറ്ററിലും ഇതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ലെൻസ്കാർട്ടിന്റെ ഫൗണ്ടറായ പീയൂഷ് ബൻസൽ 52 രൂപയ്ക്കാണ് 4 മാസം മുൻപ് ലെൻസ്കാർട്ടിന്റെ ഷെയറുകൾ സ്വന്തമാക്കിയത്. അതേ ഷെയറുകൾ 4 മാസത്തിന് ശേഷം ഇപ്പോൾ ആള് വിൽക്കുന്നത് ഏകദേശം 402 രൂപയ്ക്കാണ്. ഇത് പല ഇൻവെസ്റ്റേഴ്സിനെയും ചൊടിപ്പിച്ചിരിക്കുകയാണ്. ലെൻസ്കാർട്ട് ഓൾറെഡി 430 കോടി രൂപ പ്രീ IPO പ്ലേസ്മെന്റിൽ റേസ് ചെയ്ത് കഴിഞ്ഞു. ഇതില് രാധാകൃഷ്ണൻ ദമാനിയും അതുപോലെ SBI മ്യൂച്വൽ ഫണ്ടും അതുകൂടാതെ കുറേയധികം മ്യൂച്വൽ ഫണ്ടുകളും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലെൻസ്കാർട്ട് ലോകത്ത് 2,806ഓളം സ്റ്റോറുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതില് 2,137 സ്റ്റോറുകൾ ഇന്ത്യയിലാണുള്ളത്. 1,831 എണ്ണം ഓൺ ചെയ്യുന്നത് ലെൻസ്കാർട്ടാണ്. 306 എണ്ണം ഫ്രാഞ്ചൈസി ഓൺഡാണ്. ഇന്ത്യക്ക് പുറത്ത് ലെൻസ്കാർട്ടിന് 669 സ്റ്റോറുകളുണ്ട്. സിംഗപ്പൂരിൽ 70ഓളം സ്റ്റോഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. UAE 16 സ്റ്റോറുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. നമുക്ക് ഈ IPOന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം. IPO സ്റ്റാർട്ട് ആവുന്നത് 31 ഒക്ടോബർ 2025 തൊട്ട് 4 നവംബർ 2025 വരെയാണ്. 14,134 മിനിമം ഇൻവെസ്റ്റ്മെന്റ്. ലോട്ട് സൈസ് 37 ആണ്. പ്രൈസ് റേഞ്ച് വന്ന് 382 ടു 402 ആണ്. ഇഷ്യൂ സൈസ് 7,278 കോടി രൂപയാണ്. നമുക്ക് ലെൻസ്കാർട്ടിന്റെ ഫിനാൻഷ്യൽസ് ഒന്ന് നോക്കാം. റവന്യൂ 2023 3,788 ആണ്. 2024 ആയപ്പോൾ അത് 5,428 കോടി രൂപയായി. 2025 ആയപ്പോൾ 6,653 കോടി രൂപയാണ്. ടോട്ടൽ അസറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9,528 ആയിരുന്നു 2023. 2024 ആയപ്പോൾ 9,531 ആയി. അത് 2025 ആയപ്പോൾ 10,471 കോടി രൂപയായി. പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2023 -63.76 ആയിരുന്നു. അത് 2024 ആയപ്പോൾ -10.15 ആയി. 2025 ആയപ്പോൾ 297 കോടി രൂപയാണ് പ്രോഫിറ്റ്. ഇത് നോക്കണം, കഴിഞ്ഞ 2 കൊല്ലം നഷ്ടമായിരുന്നു, ഈ കൊല്ലമാണ് ലാഭത്തിലായിട്ടുള്ളത്. 14,134 രൂപയാണ് മിനിമം എമൗണ്ട്. 37 ഷെയർസ് ആണ് മിനിമം എടുക്കേണ്ടി വരിക. റെഗുലർ ഇൻവെസ്റ്റേഴ്സിന് 382 തൊട്ട് 402 വരെയാണ് പ്രൈസ് ബാൻഡ്. 2 ലക്ഷം രൂപ വരെ അപ്ലൈ ചെയ്യാം. ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിന് 382 തൊട്ട് 402 വരെയാണ് പ്രൈസ്. 2 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ അപ്ലൈ ചെയ്യാം. ലെൻസ്കാർട്ടിന്റെ IPO ഡേറ്റ്സ് നമുക്ക് നോക്കാം. IPO ഓപ്പൺ ചെയ്യുന്നത് ഒക്ടോബർ 31, 2025 ക്ലോസ് ചെയ്യുന്നത് 4 നവംബർ 2025. അലോട്ട്മെന്റ് തുടങ്ങുന്നത് 5 നവംബർ 2025. റീഫണ്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് 7 നവംബർ 2025. ഷെയർസ് ക്രെഡിറ്റ് ചെയ്യുന്നത് 7 നവംബർ 2025. ലിസ്റ്റിംഗ് ഡേറ്റ് 10 നവംബർ 2025. ലെൻസ്കാർട്ടിന്റെ IPO 2 ദിവസം മുൻപാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതുവരെയുള്ള സബ്സ്ക്രിപ്ഷൻ എങ്ങനെയുണ്ട് നോക്കാം. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് 1.4 ടൈംസ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് 1.31 ടൈംസ്, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 0.41 ടൈംസും, അതുപോലെ അതേഴ്സ് 0.03 ടൈംസും. ടോട്ടല് 1.13 ടൈംസ് IPO സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞു.
ആങ്കർ ഇൻവെസ്റ്റേഴ്സിനായിട്ട് 29.94% റിസർവ് ചെയ്തിരിക്കുന്നു. എംപ്ലോയീസിന് 0.21%, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 14.97%, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബയേഴ്സിന് 19.96%, റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന് 34.93% ആണ് റിസർവ് ചെയ്തിരിക്കുന്നത്. ലെൻസ്കാർട്ടിന്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഏകദേശം 70 മുതൽ 80 രൂപ വരെയാണ്. ലെൻസ്കാർട്ട് IPO അപ്ലൈ ചെയ്യണമോ വേണ്ടയോ? ലിസ്റ്റിംഗ് ഗെയിൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ 10 മുതൽ 20% വരെ ലാഭം ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. രൂപയോട് അടുപ്പിച്ച് ഉള്ള ഒരു ലിസ്റ്റിംഗ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 1 ഇയർ to 3 ഇയർ ഔട്ട്ലുക്ക് ഉള്ള ആളുകളാണെങ്കിൽ ഈ IPO അപ്ലൈ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരു 5 ഇയർ ഔട്ട്ലുക്കിൽ ഈ IPO അപ്ലൈ ചെയ്യുന്നതിൽ തെറ്റില്ല. നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ IPO നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ പങ്കുവച്ചത് എന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനലിന്റെ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു പുതിയ ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിന്റെ പ്രചോദനം. താങ്ക് യു.